നമസ്കാരം. സെപ്പറേഷൻ്റെ ഫേസിൽ ഡിവൈൻ മാസ്കുലൈൻസ്, ഡിവൈൻ ഫെമിനൈനെ കുറിച്ച് ഉള്ളിൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഈ സെപ്പറേഷൻ സമയത്ത് ഡി എമ്മിൻ്റെ ഉള്ളിലെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടായിരിക്കും അവരുടെ മൈൻഡ് ഇരിക്കുക. ഞാൻ ശരിയായിരുന്നോ എന്നൊരു ആത്മപരിശോധന അവരുടെ ഉള്ളിൽ നടക്കും. പുറമേ അതൊന്നും കാണിക്കണം എന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ അവരെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും. ഡി എമ്മിന് ഉള്ളിലൊരു വലിയ സെൽഫ് റിഫ്ലക്ഷനാണ് നടക്കുന്നത് ആ സമയത്ത്. ഞാൻ ഡി എഫിനോട് സംസാരിച്ച രീതി, എടുത്ത തീരുമാനങ്ങൾ, അതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കും. അതായത് ഞാൻ ചെയ്തതെല്ലാം ശരിയായിരുന്നോ എന്നൊരു ആത്മപരിശോധന തന്നെ അവരുടെ ഉള്ളിലിങ്ങനെ അവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ സെപ്പറേഷൻ ഫേസിൽ ഡി എഫിൻ്റെ ഒരു മിസ്സിങ് പ്രസൻസ് അവർക്ക് കൃത്യമായിട്ട് ഭയങ്കര ഒരു മിസ്സിങ് ഫീലിംഗ് അവർക്കുണ്ടാവും. അതായത് ഡി എഫ് ഭയങ്കര കെയർ ആയിരുന്നു, സപ്പോർട്ടായിരുന്നു, അവളുടെ ലവ് ഒരു അൺകണ്ടീഷണൽ ആയിരുന്നു. ഇതൊക്കെ ഡി എമ്മിന് ഭയങ്കര ഒരു വാല്യൂ ഉള്ളതായിട്ട് തോന്നും ആ സമയത്ത്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഈഗോ അല്ലെങ്കിൽ ഒരു ഫിയർ, ഒരു ഭയം കാരണം കൊണ്ട് ഇതൊന്നും തുറന്ന് ഒരിക്കലും ഡി എഫിൻ്റെ അടുത്ത് സമ്മതിക്കാനായിട്ട് ഡി എം തയ്യാറാവില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഡി എഫ് സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് സ്ട്രോങ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അവൾ സ്പിരിച്വലി ഭയങ്കര സ്ട്രോങ് ആണെന്ന് റിയലൈസ് ചെയ്യുന്നൊരു സമയം ഉണ്ടാവും എല്ലാ ഡി എംസിനും. അപ്പോൾ അവർക്ക് സെൽഫായിട്ട് തോന്നും, ഞാൻ മതിയാകുമോ, അവൾ എന്നെക്കാളും എത്രയോ പ്രഷ്യസ് ആണ്, ഞാൻ അവളുടെ ലെവലിൽ ഒരിക്കലും എത്തില്ല. അതുപോലെ തന്നെ എൻ്റെ വൂൺസ് കൊണ്ട് അവൾക്ക് ഒന്നും കൂടെ വേദനകളെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും ഡി എമ്മിൻ്റെ മനസ്സിലുണ്ടാവുക. ഡി എമ്മിൻ്റെ മനസ്സിൽ അപ്പോൾ ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഹൈലി സ്പിരിച്വലായിട്ടുള്ള, ഭയങ്കര വെർത്തുള്ള ഒരു പേഴ്സണായിരിക്കും ഡി എഫ് മനസ്സിലെപ്പോഴും. പുറമെ അത് നമ്മളോട് പറയുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു അർജ് ഈ സെപ്പറേഷൻ ടൈമിൽ എല്ലാ ഡി എംസിനും ഉണ്ടാവും. മെസ്സേജ് അയക്കണമെന്നും വിളിക്കണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ റിജക്ഷൻ ഫിയർ അവർക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഗോസ്റ്റ് ചെയ്തിട്ടും റിജക്റ്റ് ചെയ്തിട്ടൊക്കെ ഓടിപ്പോകാനായിട്ട് ഒരു മടി ഉണ്ടാവില്ല. പക്ഷേ അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പേടി, അതുപോലെ തന്നെ വൾണറബിലിറ്റി, ഫിയർ, ആക്ഷൻ, ഇതൊക്കെ ആക്ഷനെ തടയും. ഇത്തരം ചിന്തകളൊക്കെ അവർക്ക് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് അവരെ പ്രവർത്തിക്കില്ല. ഈ ഈഗോ മൈൻഡും ഫിയറും ഇതൊക്കെ അത് തടഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഡി എഫ് ഇന്നും അവർക്കൊരു സേഫായിട്ടുള്ളൊരു സ്പേസ് ആണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യും ഈ സെപ്പറേഷൻ ടൈമിൽ. അതുപോലെ ഡി എഫിന് ഒരിക്കലും ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ശരിക്കും ഈ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ എനർജറ്റിക് ആയിട്ടുള്ള ശരിക്കും സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്യൂഷൻ മാത്രമാണ്. എനർജറ്റിക്കലി ഒരിക്കലും ട്വിൻ ഫ്ലെയിംസിൻ്റെ ആ ഒരു കണക്ഷൻ ഒരിക്കലും കട്ടാക്കാൻ പറ്റില്ല, കോഡ് കട്ടാവുകയില്ല. ഈ സെപ്പറേഷൻ പീരീഡിലാണ് യൂണിവേഴ്സ് ഡി എമ്മിനെ ഹീൽ ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നത്. അവരുടെ ഓൾഡ് പാറ്റേൺസും ചൈൽഡ്ഹുഡ് വൂൺസും, പിന്നെ എല്ലാ ഡി എംസിനും കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അതിൻ്റെ കാരണം പല റിലേഷൻഷിപ്പ് ഇഷ്യൂസും അവർ മുന്നേ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. ഇതൊക്കെ കൊണ്ട് കമ്മിറ്റ്മെൻറ്റിലുള്ള ഫിയർ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്ത് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നുള്ളൊരു പുഷ് ഈ സെപ്പറേഷൻ ടൈമിലാണ് എല്ലാ ഡി എംസിനും യൂണിവേഴ്സ് കാട്ടിക്കൊടുക്കുക. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൂടെ ഈ സമയങ്ങളിൽ എല്ലാ ഡി എംസും ഗോ ത്രൂ ആവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ സെപ്പറേഷൻ ടൈമിൽ ഡി എഫ് വിചാരിക്കും അവർ വളരെ എല്ലാ ഡി എംസും ഭയങ്കര ഹാപ്പിയാണ്, അവരവരുടെ വർക്കിൽ 100% ഹാപ്പിയാണ്, പേഴ്സണൽ ലൈഫിൽ ഹാപ്പിയാണ് എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്. അതെല്ലാം പുറമേയുള്ള ഒരു സോഷ്യലി കാണിക്കുന്ന ഒരു നമ്മൾ പറയില്ലേ, മാസ്ക് മാത്രമാണ്. ശരിക്കും ഡി എമ്മിൻ്റെ ഉള്ളിൽ ഒരു കടലെരമ്പുന്ന പോലെയുള്ള ടെൻഷൻസും ചിന്തകളും എല്ലാമാണ് ഉണ്ടാവുക. ശരിക്കും ഈ സെപ്പറേഷൻ തന്നെയാണ് ഡി എമ്മിനെ സ്പിരിച്വലി ഉണർത്താനായിട്ട്
സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ എപ്പോഴും വെക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്.